പൈസയും വാങ്ങി മാസങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ട് ഇതുവരെയും റഹീമിനെ പുറത്തിറക്കാൻ ആരെക്കൊണ്ടും സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇസ്ലാമിക ശരീഅത്ത് നിയമം എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെയും തന്നെ സൗദിയിൽ നടക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ദയാധനം വാങ്ങിയതിൻ്റെ ശേഷം ഇതുപോലെ ആളുകളെ പിടിച്ച് ജയിലിലിടുന്നതിൻ്റെ അർത്ഥം ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ ഒരു പ്രതിക്ക് 10 വർഷമാണ് മിനിമം ശിക്ഷ നൽകാറ്. അതായത് ദയാധനം നൽകിയാൽ പോലും 10 വർഷത്തോളം ശിക്ഷ അനുഭവിക്കണം. പക്ഷെ റഹീമിന്റെ കാര്യത്തിൽ 19 വർഷത്തോളം ശിക്ഷ അനുഭവിച്ചിട്ടും എന്തുകൊണ്ട് പുറത്തിറക്കാൻ പറ്റുന്നില്ല എന്നതിന് ഉത്തരം നൽകാൻ ആരെക്കൊണ്ടും സാധിക്കുന്നില്ല. സർക്കാർ തലത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തണം എന്ന രീതിയിൽ പല പ്രചരണങ്ങളും ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഒരു തരത്തിലും അയ്യാത്ത നിലപാട് തന്നെയാണ് റിയാദ് കോടതിയിൽ നിന്ന് ദിനം പ്രതി വരുന്നത്. അവസാനമായ 5 ദിവസത്തിന് മുമ്പാണ് റിയാദ് ക്രിമിനൽ കോടതി റഹീമിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള ഡേറ്റ് മാറ്റിവെച്ചത്. പക്ഷെ ആ ദിവസം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നപ്പോൾ മുമ്പത്തേതുപോലെ തന്നെ പ്രതീക്ഷിച്ചതൊന്നും തന്നെ നടന്നില്ല. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതെ ആ കേസ് വീണ്ടും മാറ്റിവെക്കുകയായിരുന്നു ചെയ്തത്. എന്തു തന്നെയായാലും ഇത് എവിടത്തെ നിയമമാണ് എന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കോടികളായിരുന്നു റഹീമിന്റെ പേരിൽ ദയാധനമായി ആവശ്യപ്പെട്ടത്. അത് നൽകുകയും ചെയ്തു. ഒരുപക്ഷെ കേരളക്കര ഒത്തൊരുമിച്ച് നിൽക്കുകയും ജനങ്ങളൊക്കെയും തന്നെ ഒരുപാട് കഷ്ടപ്പെടുകയും എല്ലാവരും തന്നാൽ കഴിയുന്ന സഹായങ്ങളൊക്കെയും തന്നെ നൽകി റഹീമിനെ എത്രയും പെട്ടെന്ന് മോചിതനാക്കുവാൻ എല്ലാവരും പരിശ്രമിച്ചത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ തുക കണ്ടെത്തുവാനും അത് നൽകാനും സാധിച്ചു. പക്ഷെ എന്നിട്ട് പോലും എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വീണ്ടും ഈ കേസ് തള്ളിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപമാനം തന്നെയാണ് അവിടുത്തെ നിയമത്തിനും ആ രാജ്യത്തിനും. എന്തൊക്കെ പറഞ്ഞാലും എന്ത് നിയമമാണെന്ന് പറഞ്ഞാലും ഒരിക്കലും തന്നെ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് റഹീമിന്റെ കാര്യത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു വ്യക്തിയെ കൊണ്ട് സ്വപ്നം കാണാൻ പറ്റാത്ത തുകയായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. അത് നൽകുവാൻ കേരളക്കര ചേർത്ത് പിടിച്ചപ്പോൾ നമുക്ക് ദിവസങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. എന്നിട്ടും റഹീമിന്റെ മോചനത്തിന് വേണ്ടി കാത്തിരുന്ന നമുക്ക് വീണ്ടും നിരാശ സമ്മാനിച്ചുകൊണ്ട് പലതരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞ് മോചനം വൈകിപ്പിക്കുകയും എന്നാൽ അവസാനം കാരണങ്ങൾ ഒന്നും തന്നെ പറയാതെ മോചനം വൈകിപ്പിക്കുകയുമാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. ഇനി ഒരുപക്ഷെ ഒരു വഴിയേ ഉള്ളൂ റഹീമിനെ മോചിപ്പിക്കാൻ. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. തീർച്ചയായിട്ടും ഇന്ത്യയുടെ രോഷം സൗദി അറേബ്യയെ അറിയിക്കുക തന്നെ ചെയ്യണം. അതിനുവേണ്ടി കേന്ദ്ര നേതൃത്വം നല്ല രീതിയിൽ ഇടപെടലുകൾ നടത്തിയേ മതിയാവൂ. തന്റെ അശ്രദ്ധ കാരണം രോഗിയായ ഒരു കുട്ടി മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ വീട്ടുകാർക്കൊക്കെയും തന്നെ അതല്ലെങ്കിൽ ആ കുട്ടിയുടെ മാതാവിനും പിതാവിനും ഒരിക്കലും തന്നെ റഹീമിനോട് പുറത്തു നൽകാൻ സാധിക്കില്ല. അവിടുത്തെ നിയമവും കർശനമായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഊരിപ്പോരാനും സാധിക്കില്ല. എന്നാൽ അവസാനം 19 വർഷത്തോളം ജയിലിലിട്ടതിന് ശേഷം ദയാധനം ആവശ്യപ്പെട്ടപ്പോൾ നൽകിയിട്ട് പോലും നമ്മൾ കഷ്ടപ്പെട്ട് നൽകിയ പണം അവർ കീശയിലാക്കിയതിന് ശേഷവും ഇതുപോലെ മോചനം വൈകിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ കേന്ദ്ര സർക്കാർ പ്രതിഷേധിക്കണം എന്നത് മാത്രമേ ഇനിയൊരു പോംവഴി ഉള്ളൂ. എന്തു തന്നെയായാലും എത്രയും പെട്ടെന്ന് റഹീമിന്റെ മോചനം സാധ്യമാവും എന്ന രീതിയിൽ റഹീമിനെയും കാത്തിരിക്കുന്ന ആ ഉമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് റഹീം തൊട്ടരികിൽ എത്തുന്നത് കാണാൻ സാധിക്കട്ടെ.